ഓപ്പർച്യൂണിറ്റി വരില്ല, എനിക്ക് വാതിലുകൾ തുറക്കില്ല. ഞാൻ പകരം മാറ്റി ചിന്തിക്കണം. കാരണം നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്താണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്ക് പുതിയ ശീലങ്ങൾ, പഴയ ശീലങ്ങൾ മാറ്റി പുതിയ ശീലങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ കഴിയും. അഫർമേഷൻ പറയുന്നതിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ പുതിയ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനിനുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന്റെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, വാക്കുകൾക്ക് എനർജി ഉണ്ട്, പവർ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്ന കാര്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരാൻ തുടങ്ങും. അപ്പൊ ചിന്തകളാണ് നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സാഹചര്യം മൂലം ചിലപ്പോൾ നമുക്ക് ചിലപ്പം നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ 5 സ്റ്റെപ്പ് സെൽഫ് ടോക്ക് നിങ്ങൾ റീഫ്രെയിം ചെയ്യുക, വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അതൊക്കെ ഒന്ന് ഡെയിലി, ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ഡെയിലി ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈഫിൽ മാറ്റം വരാൻ തുടങ്ങും. ഡെയിലി നിങ്ങൾ അത് ചെയ്യണം. സക്സസ്, നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ്, ഇമാജിനേഷൻ ഒക്കെ ഭയങ്കര പവറാണുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പോലും അറിയാതെ അത് ആ ഒരു വിജയം വന്നുകൊണ്ടിരിക്കും. കൂടെ നമ്മളെ ചിന്തകളെയും കൂടെ ഒന്ന് നിരീക്ഷിച്ച ചൂസ് ചെയ്യണം. ഇന്ന് എനിക്ക് ഇത് വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, ഇത് ഈ ആവശ്യമില്ലാത്ത ചിന്ത ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച ഉറപ്പായും സക്സസിലേക്ക് എത്താൻ പറ്റും. ഇനി ഞാൻ പറയുന്ന ഈ അഫർമേഷൻ ഒന്ന് എന്റെ കൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ അഫർമേഷൻ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. ഐ ആം ദ തിങ്കർ ഓഫ് മൈ തോട്ട്. ഐ ആം ദ തിങ്കർ ഓഫ് മൈ തോട്ട്. എന്റെ ചിന്തകളുടെ ചിന്തകനാണ് ഞാൻ. ഐ ചൂസ് പീസ്, ഐ ചൂസ് അബണ്ടൻസ്, ഐ ചൂസ് ലവ്. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഡെയിലി പറയണം. ഐ ചൂസ് ലവ്, ഐ ചൂസ് അബണ്ടൻസ്, ഐ ചൂസ് പീസ്, ഐ ചൂസ് ലവ്. ഓക്കെ, നമ്മളിത് നിരന്തരം ആവർത്തിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിൻ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിലേക്ക് അത് റിയാലിറ്റിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഡെയിലി പറയുന്നത് എൻ്റെ ചിന്തയുടെ ചിന്തകൻ ഞാനാണ്, എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഇനി മുതൽ ചിന്തിക്കൂ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ ഇന്ന് തന്നെ എടുക്കുക. എൻ്റെ ലൈഫിലേക്ക് സക്സസ് കൊണ്ടുവരുന്ന, എൻ്റെ ലൈഫിലേക്ക് എന്നെ ഉയർത്താൻ സഹായിക്കുന്ന ചിന്തകളെ ഞാൻ ഇനി മുതൽ ക്രിയേറ്റ് ചെയ്യൂ എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ തന്നെ വേണം